പിന്നെ നിയമന ഉത്തരവ് കിട്ടി. പിന്നെ ഇനിയിപ്പോൾ ഔപചാരികമായി ചാർജ് എടുക്കണം. ശ്രീ പ്രശാന്തിൻ്റെ ബോർഡ് 13-ാം തീയതി വരെയാണ് അവരുടെ അധികാരം ഉള്ളത്. 14-ാം തീയതി മുതലാണ് എൻ്റെ ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ 15-ാം തീയതി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. കാരണം 14-ാം തീയതി ഞാൻ ഗുരുവായൂരൊരു പരിപാടി ഏറ്റു. മാത്രമല്ല ഗുരുവായൂരപ്പനെ പോയി തൊഴുകയും വേണം. പിന്നെ 15-ാം തീയതി എല്ലാം കൊണ്ടും ശനിയാഴ്ചയാണ്, അയ്യപ്പൻ്റെ ദിവസമാണ്. അപ്പോൾ അന്ന് ആവാമെന്നാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചങ്ങ് അടുത്ത് പോയി തീർത്ഥാടനം ആരംഭിക്കേണ്ട മണ്ഡലം ആരംഭിച്ചു. 17-ാം തീയതി ആരംഭിക്കുകയാണ്. അവിടെയുള്ള ക്രമീകരണങ്ങൾ എത്രമാത്രം കുറ്റമറ്റതാണ് എന്നിനി അവിടെ പോയിട്ട് പരിശോധിക്കണം. അതിൻ്റെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എന്നാലും കുറേ ജോലികൾ നടന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഫോൾട്ട് ലൈൻസൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പരിഹരിച്ച് മുമ്പോട്ട് പോവുക. പിന്നെ ഈ അവിടെ എന്തൊക്കെയാണ് കുഴപ്പം വരാൻ പോകുന്നത് നമുക്കറിയാം, കുറേയൊക്കെ അറിയാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൂടുതലൊന്നും പറയാൻ ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും പരിശോധിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും മുൻപരിചയം വെച്ച് ഞാൻ പറയുന്നത് ഈ പ്രധാനമായിട്ട് ക്യൂ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സാനിറ്റേഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നൊരുക്കങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സമയമുണ്ടല്ലോ. എന്നാലും ഫസ്റ്റ് ഡേ തന്നെ 70,000 പേരോ മറ്റോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ ആൾ വരും എന്നർത്ഥം. ഒരു വലിയ ജോലിയാണത്, ഇത്രയും പേരെ മലയിൽ ഉൾക്കൊള്ളുക, കുറ്റമറ്റതായിട്ട് നടക്കുക എന്നുള്ളത്. ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും കുറ്റമറ്റ രീതിയിൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രാർത്ഥനാനിരതമായ വിശ്വാസമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അല്ല, ഹോംവർക്ക് ഇപ്പോൾ ഇതിനായിട്ട് ഓഫ്കോഴ്സ് കൂടുതൽ ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കറിയാമല്ലോ അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. പക്ഷെ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഇനി അവിടെ പോയി ആരാണ് ഉത്തരവാദികൾ, ആരാണ്, അതൊക്കെ കണക്കിലെടുക്കണം. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിന് സമയമുണ്ട്. 15-ാം തീയതി കുറച്ച് പരിശോധിച്ചിട്ട് 16-ാം തീയതി ഞാൻ അങ്ങോട്ട് പോകും. 16-ാം തീയതി ഉച്ചയോടുകൂടി അവിടെ എത്താമെന്നാണ് വിചാരിക്കുന്നത്.